സിനിമകളിൽ കണ്ടിട്ടുള്ള വാമ്പയറിനെ പോലൊരു രൂപം. മുഖത്തെ തൊലി പലയിടത്തും ഇളകിപ്പോയിരിക്കുന്നു. കണ്ണുകൾ തുറിച്ച് നാക്കു നീട്ടി ആ രൂപം രാഹുലിനെയും മുജീബിനെയും നോക്കി. കാൽവിരലിൽ നിന്നൊരു വിറയൽ ഉച്ചിയിൽ കയറിയത് രണ്ടാളും തിരിച്ചറിഞ്ഞു. ആ രൂപം അവർക്കു നേരെ പാഞ്ഞെടുത്തു. രണ്ടാളും ഒറ്റച്ചാട്ടത്തിന് അകത്തുകയറി വാതിലടച്ചു. വാതിലിൽ ശക്തിയായി ഇടിക്കുന്നുണ്ടായിരുന്നു. രാഹുലും മുജീബും പരസ്പരം നോക്കി. മുജീബ് വല്ലാതെ ഭയന്നിരുന്നു. രാഹുൽ, ഡാ, എന്തൊക്കെയാടാ ഇതൊക്കെ? ഇംഗ്ലീഷ് ഫിലിം കാണുന്നത് പോലേക്ക് തോന്നുകയാ. ആദ്യം ഒരു പ്രേതരൂപം വരുന്നു, അത് സംസാരിക്കുന്നു. പിന്നെ ഇപ്പോഴിതാ വാമ്പയറിനെ പോലൊരു രൂപം. എന്തൊക്കെയാ നടക്കുന്നതെന്ന് ഒന്നും മനസ്സിലാകുന്നില്ല. ഡോറിൽ അപ്പോഴും തട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. രാഹുലെ, നീ ആരെയെങ്കിലും വിളിക്കൂ. എനിക്കെന്തോ വല്ലാത്തൊരു ഭയം പോലെ. മുജീബേ, അത് നമ്മളെ പറ്റിക്കാൻ വേണ്ടി ആരെങ്കിലും വേഷം കെട്ടിയതായിരിക്കുമോ? നീ ആ ഗണ്ണെടുക്ക്, നമുക്ക് നോക്കാം. ആരെങ്കിലും വേഷം കെട്ടിയതാണെങ്കിൽ അവന്റെ അന്ത്യമാണിന്ന്. രാഹുലിന്റെ മുഖം വലിഞ്ഞു മുറുകി. അവൻ ബാഗിൽ നിന്നും തോക്കെടുത്തു. മുജീബ് പകപ്പോടെ രാഹുലിനെ നോക്കി. ഡാ, അത് വേണോ? നീ കണ്ടിട്ടില്ലേ സിനിമയിൽ വാമ്പയർ കടിച്ചാൽ എന്തുണ്ടാകുമെന്ന്? അത് കടിക്കുകയോ മാന്തുകയോ ചെയ്താൽ നമ്മളും അതുപോലെയാകും. മുജീബിന്റെ സംസാരം കേട്ട് രാഹുൽ അവനെ ദേഷ്യത്തോടെ നോക്കി. എടുത്തോണ്ട് വാടാ ഗൺ. എന്നിട്ട് ഡോർ തുറക്ക്. ഇവിടെ ഭയന്നിരിക്കാനൊന്നും പറ്റില്ല. അവന്റെ വേഷം കെട്ട് ഇന്നത്തോടെ തീരണം. ചിലപ്പോൾ ഹരിയെയും രാജേഷിനെയും കണ്ടെത്താനുള്ള ഒരു വഴി കൂടെ തെളിഞ്ഞാലോ? നീ വാ. രാഹുൽ തോക്കുമെടുത്ത് മുന്നേ നടന്നു. പിന്നാലെ തോക്കും കയ്യിലെടുത്ത് മുജീബും. വാതിലിനരികിൽ ചെന്ന് രാഹുൽ നിന്നു. മുജീബിനോട് പിന്നിലേക്ക് മാറി നിൽക്കാൻ ആംഗ്യം കാണിച്ചു. വാതിലിന്റെ പിന്നിലേക്ക് മാറി രാഹുൽ കതകിന്റെ കുറ്റിയെടുത്തു. വാതിലിൽ ആഞ്ഞു തല്ലിക്കൊണ്ടിരുന്ന ആ രൂപം നിലതെറ്റി അകത്തേക്ക് വീണു. വാതിലിന്റെ പിറകിലായി നിന്നിരുന്ന രാഹുൽ പെട്ടെന്ന് പിന്നിൽ നിന്ന് അയാളുടെ മുകളിലേക്ക് ചാടി വീണു. മുജീബേ, പെട്ടെന്നൊരു കയറെടുക്കൂ. മുജീബ് പകച്ചു നിൽക്കുകയായിരുന്നു. എടുത്തോണ്ട് വാടാ വേഗം. മുജീബ് പെട്ടെന്ന് കയറിനായി അവിടെയെല്ലാം പരതി. നിലത്ത് കിടന്നയാളുടെ കൈ പിന്നിലേക്ക് പിടിച്ചുവെച്ച് മുതുകിൽ ചവിട്ടി നിൽക്കുകയായിരുന്നു രാഹുൽ. അനങ്ങാൻ പറ്റുന്നില്ലെങ്കിലും അയാളുടെ കരുത്ത് രാഹുലിനെ അത്ഭുതപ്പെടുത്തുന്നുണ്ടായിരുന്നു. ദാ കയർ. മുജീബ് കയർ അവനു നേർക്കു നീട്ടി. കെട്ടടാ അങ്ങോട്ട്, ദേഷ്യത്തോടെ രാഹുൽ പറഞ്ഞു. മുജീബ് പെട്ടെന്ന് കയറുകൊണ്ട് അയാളുടെ കൈയും കാലും കെട്ടി. വാതിലടച്ച് രാഹുലും മുജീബും ചേർന്ന് അയാളെ നേരെയിരുത്തി. അയാളുടെ മുഖം കണ്ട് രണ്ടാളും പകച്ചുപോയി. സ്വബോധമില്ലാത്ത ഭാവങ്ങളുമായി ഒരു മനുഷ്യൻ. കണ്ണുകളൊക്കെ തള്ളി കൃഷ്ണമണിയുടെ ഷേപ്പ് പോലും മാറിയിരിക്കുന്നു. കവളിലെ മാംസമെല്ലാം അടർന്നു പോയിരിക്കുന്നു. രാഹുലെ. രാഹുലിന്റെ തോളിൽ കൈവച്ച് മുജീബ് വിളിച്ചു. എന്താടാ ഇത്? ഞാൻ നാരായണേട്ടനെ വിളിച്ചാലോ? രാഹുൽ തിരിഞ്ഞ് അവനെയൊന്ന് നോക്കി. പിന്നെ തന്റെ ഫോണെടുത്ത് ആ രൂപത്തിന്റെ ഫോട്ടോ എടുത്തു. നീ എന്താടാ ചെയ്യുന്നത്? എന്തു ചെയ്യാൻ പോകുന്നു? മുജീബ് അമ്പരന്ന് അവനെ നോക്കി. നീ അയാളുടെ കൈയിലേക്ക് നോക്കിക്കേ. അയാളുടെ കൈത്തണ്ടയിൽ പച്ച കുത്തിയേക്കുന്നത് കണ്ടോ? നാരായണൻ എന്ന് നാരായണേട്ടന്റെ കയ്യിൽ ഉണ്ടായിരുന്ന പോലെയുള്ള അതേ അടയാളം. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് നാരായണേട്ടനാണെന്നാണോ? പെട്ടെന്ന് രാഹുലിന്റെ ഫോൺ റിംഗ് ചെയ്തു. ആ, ഓക്കെ, പെട്ടെന്ന് വേണം. ആരാടാ? അവരിപ്പോൾ എത്തും മുജീബ്. നമ്മൾ മാത്രമായിട്ട് മുന്നോട്ടു പോകുന്നത് ശരിയല്ല. അപകടമാണ്. ഞാൻ SP അനിരുദ്ധിനോട് വിവരം അറിയിച്ചിരുന്നു. എത്രയും പെട്ടെന്ന് ഫോഴ്സുമായി അവരെത്തും. കൂടാതെ ഇയാൾക്ക് എന്താണ് പറ്റിയതെന്നും അറിയേണ്ടതുണ്ട്. അവർ ഓൺ ദ വേ ആണ്. 10 മിനിറ്റിനകം ഇങ്ങെത്തും. മാത്യു സാറിനെ വിളിച്ചോ? ഇല്ല. അതെന്താ? രാഹുൽ അവനെ നോക്കി. അത് നിനക്ക് കുറച്ചു കഴിയുമ്പോൾ മനസ്സിലാകും. നീ വാ, നമുക്കതിനു മുൻപ് ഇവിടെയൊക്കെ ഒന്ന് സെർച്ച് ചെയ്യണം. രാഹുൽ തോക്കുമായി കതകു തുറന്ന് പുറത്തേക്കിറങ്ങി. പുറത്തിറങ്ങി കതകു പൂട്ടി രണ്ടാളും മുന്നോട്ട് നടന്നു. കണ്ണുകൾ തുറന്ന് ഹരി ചുറ്റും നോക്കി. ചുറ്റും ഇരുട്ട്. താൻ എവിടെയാണ്? ഹരി പതിയെ എഴുന്നേറ്റിരുന്നു. കയ്യിലെന്തോ വേദന പോലെ. ഹരി കയ്യിൽ തൊട്ടുനോക്കി. ആഹ്! വേദനയിൽ അവനൊന്ന് ഞെളിപിരി കൊണ്ടു. അവൻ ചുറ്റും നോക്കി. ഹരി ഓരോന്നായി ഓർത്തു നോക്കി. അച്ചായൻ, അച്ചായ, അച്ചായ. ഹരി ജേസണിനെ കൈകൊണ്ട് പരതി നോക്കി. നിലത്ത് കിടക്കുന്നുണ്ടായിരുന്നു ജേസൺ. അവൻ ജേസണിനെ തട്ടി വിളിച്ചു. അച്ചായ, അച്ചായ, എഴുന്നേൽക്ക്. അച്ചായ, അച്ചായ. ഹരി അവനെ കുലുക്കി വിളിച്ചു. ജേസൺ പതിയെ എഴുന്നേറ്റു. ഹരി, ഹരി, എനിക്കൊന്നും കാണാനാകുന്നില്ല. എന്തൊരിരുട്ട്. ഹരി, ഹരി, ഞാൻ എവിടുണ്ട്? ഇവിടുന്ന് പുറത്തിറങ്ങാൻ വല്ല വഴിയുമുണ്ടോന്ന് നോക്കുകയാണ് ഞാൻ. ഈ ഇരുട്ടിൽ നീ എവിടെയാണ് നോക്കുന്നത്? അച്ചായ, നമ്മൾ താമസിക്കും തോറും അപകടം അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സിറ്റുവേഷൻ വളരെ ഡേഞ്ചറാണ്. നമ്മളിവിടെ എത്തപ്പെട്ടിട്ട് എത്ര നേരമായെന്നോ ഒന്നും അറിയാൻ വയ്യ.
ആ ആദിത്യൻ രാജേഷിനെ എന്തു ചെയ്തെന്നും അറിയില്ല. അച്ചായ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഹരി ആവേശത്തോടെ വിളിച്ചു. എന്താടാ? ഹരി വിളിച്ച ഭാഗത്തേക്ക് ജേസൺ പരതി ചെന്നു. ഇതൊന്ന് നോക്കിയ അച്ചായ, ഇതൊരു വെന്റിലേഷൻ പോലെയുള്ള എന്തോ ആണെന്ന് തോന്നുന്നു. ജേസന്റെ കൈ പിടിച്ച് ഹരി അവിടേക്ക് വെച്ചു. ശരിയാ ഹരി, ഇത് ഗ്ലാസ് ആണല്ലോ. അതിന്റെ വിടവിലൂടെ ചെറിയ ഹോളിലൂടെ വെളിച്ചം വരുന്നുണ്ട്. ഇത് മാറ്റിയാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയേക്കും. ജേസണും ആവേശമായി. അച്ചായ, ഇത് പുറത്തോട്ട് തള്ളാൻ പറ്റില്ല, അകത്തോട്ട് വലിച്ചെടുക്കണം. രണ്ടാളും അതിന്റെ രണ്ടറ്റവും ഇളക്കാൻ ശ്രമിച്ചു. ഹരി, ഇത് ഇളകുന്നില്ലല്ലോടാ. എന്തെങ്കിലും കൊളുത്തി വലിച്ചാലേ ഇളകി വരൂ. എന്താ ഇപ്പോൾ ചെയ്യുക? അച്ചായ, നമുക്ക് ഷർട്ട് ഊരി അതിനടിയിൽ കൊളുത്തി 2 സൈഡിൽ നിന്നായി വലിച്ചാൽ അത് ഇളകി വരുമെന്ന് തോന്നുന്നു. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം അച്ചായ. രണ്ടാളും ഷർട്ടൂരി ഗ്ലാസിന്റെ സൈഡിലൂടെ കടത്തി വലിച്ചു നോക്കി. 3-4 തവണ ശ്രമിച്ചപ്പോൾ ഗ്ലാസ് പതിയെ ഇളകി. അച്ചായ, ഗ്ലാസ് ഇളകുന്നുണ്ട്. മുറിക്കകത്തേക്ക് അരണ്ട പ്രകാശം കടന്നുവരാൻ തുടങ്ങി. ഗ്ലാസ് പകുതി ഇളകിയിട്ടുണ്ട്. ഇനി നമുക്ക് കൈകൊണ്ട് പിടിച്ചിളക്കാം, ഇല്ലെങ്കിൽ താഴെ വീണു പൊട്ടി ശബ്ദമുണ്ടാകും. രണ്ടാളും കൂടി പതിയെ ആ ഗ്ലാസ് ഇളക്കിയെടുക്കാൻ തുടങ്ങി. മുറിയിൽ അരണ്ട വെളിച്ചം നിറഞ്ഞു. ഹരി, ബ്ലാക്ക് പേപ്പർ ഒട്ടിച്ചിരിക്കുകയാണ് ഈ ഗ്ലാസിൽ. അതാണ് പ്രകാശം ഈ മുറിയിൽ കടന്നുവരാത്തത്. ഹരി ആ ഹോളിലൂടെ പുറത്തേക്ക് നോക്കുകയായിരുന്നു. അച്ചായ, ഞാൻ പുറത്തിറങ്ങുകയാണ്. ഹരി ആ ഹോളിലൂടെ നൂഴ്ന്നു പുറത്തേക്ക് കടന്നു. പുറത്തിറങ്ങിയ ഹരി ജേസണിനെ ഇറങ്ങാൻ സഹായിച്ചു. നീണ്ട ഒരു ഇടനാഴിയിലാണ് അവർ എത്തിയത്. ഹരി, മുന്നോട്ട് പോകണോ പിന്നോട്ട് പോകണോ? അച്ചായൻ വാ, നമുക്ക് നോക്കാം. ഹരിയും ജേസണും ആ ഇടനാഴിയിലൂടെ മുന്നോട്ട് നടന്നു. അരണ്ട വെളിച്ചം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ മുന്നോട്ട് നടക്കും തോറും തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങി. ഈ ഇടനാഴി അവസാനിക്കുന്നില്ലല്ലോ ഹരി. മാത്രമല്ല വല്ലാത്തൊരു തണുപ്പും. ഹരി ഒന്നും മിണ്ടാതെ മുന്നോട്ട് നടന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ താഴേക്കൊരു പടിക്കെട്ട് കണ്ടു. ഹരി അതിലൂടെ താഴേക്കിറങ്ങി. പിന്നാലെ ജേസണും. തണുപ്പ് വല്ലാതെ അധികരിക്കുന്നുണ്ടായിരുന്നു. ഹരി, ഇനിയും മുന്നോട്ടു പോയാൽ ചിലപ്പോൾ തണുപ്പ് സഹിക്കാൻ പറ്റാതെ വരുമെന്ന് തോന്നുന്നു. നമുക്ക് വന്ന വഴി തിരിച്ചു നടന്നാലോ? ആരുടെയെങ്കിലും കണ്ണിൽപ്പെട്ടാൽ എന്താകുമെന്ന് അച്ചായന് അറിയില്ലേ? എന്തായാലും ഇതുവരെ എത്തിയില്ലേ, നമുക്ക് നോക്കാം. അപ്പോഴേക്കും അവർ വലിയൊരു ഹാളിലെത്തിയിരുന്നു. അവിടെ ഒരുപാട് പെട്ടികൾ ഒരു പ്രത്യേക രീതിയിൽ അടുക്കി വെച്ചിരുന്നു. ഹരി അതിലൊരു പെട്ടിക്കടുത്തേക്ക് ചെന്നു. അവൻ അതിന്റെ ഹാൻഡിലിൽ പതിയെ പിടിച്ചതും അലാം മുഴങ്ങാൻ തുടങ്ങി. ഹരിയും ജേസണും ഞെട്ടിത്തരിച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ ഇരുവരും പരസ്പരം നോക്കി. മുകളിൽ നിന്ന് ആരൊക്കെയോ ഇറങ്ങിവരുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഹരി, ജേസന്റെ ശബ്ദം നേർത്തിരുന്നു. അച്ചായ വാ. ഹരി ജേസണിനെ വിളിച്ചുകൊണ്ട് മുന്നോട്ടോടി. കുറച്ചു ദൂരെയായി ഒരു വലിയ കബോർഡ് അവൻ കണ്ടിരുന്നു. ഹരിയും ജേസണും ഓടി അതിനടുത്തേക്ക് ചെന്നു. അതിന്റെ ഹാൻഡിലിൽ പിടിച്ച് വലിച്ചു തുറന്നു. അതിനകത്ത് എന്തൊക്കെയോ അടുക്കി വെച്ചിരിക്കുന്നു. അച്ചായ, ഇതൊക്കെ എന്തോ ഡ്രസ്സാണ്. നമുക്ക് വേറെങ്ങോട്ടും പോകാനാകില്ല. അവർ പോകും വരെ തൽക്കാലം ഇതിനുള്ളിൽ എങ്ങനെയെങ്കിലും കേറിയേ പറ്റൂ. രണ്ടാളും ഒരുവിധം അതിനുള്ളിലെ സാധനങ്ങൾ ഒതുക്കി അകത്തേക്ക് കയറി ഡോർ അടച്ചു. ഡോർ പൂർണ്ണമായും അടഞ്ഞിരുന്നില്ല. അതിന്റെ വിടവിലൂടെ ഹരി പുറത്തേക്ക് നോക്കി. 3-4 പേർ സ്റ്റെപ്പിറങ്ങി താഴേക്ക് വരുന്നത് ഹരി കണ്ടു. അവർ ഒരു പ്രത്യേക രീതിയിലുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു. കണ്ണുകൾ മാത്രം പുറത്തു കാണാവുന്ന രീതിയിലുള്ള ഒരു മാസ്കും അവർ ധരിച്ചിരുന്നു. താഴേക്കിറങ്ങി വന്നവർ അവിടെയെല്ലാം പരിശോധിക്കുന്നുണ്ടായിരുന്നു. അവർ ഹരിയും ജേസണും നിന്നിരുന്ന പെട്ടിക്കടുത്തേക്ക് വന്നു. അതിന്റെ ഹാൻഡിൽ താക്കോൽ ഉപയോഗിച്ച് തുറക്കുന്നത് ഹരി കണ്ടു. പെട്ടി തുറന്ന് അതിന്റെ മൂടി മാറ്റി. അതിനുള്ളിൽ എന്താണെന്ന് ഹരിക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഹരി, എന്താണടാ അതിനുള്ളിൽ? എന്താണെന്ന് കാണാനാകുന്നില്ല അച്ചായ. ഹരി ഡോർ കുറച്ചുകൂടി തുറന്നു. ആ പെട്ടിക്കുള്ളിൽ എന്തോ ദ്രാവകം ഹരി കണ്ടു. അവരുടെ കയ്യിൽ റിമോട്ട് പോലുള്ള ഉപകരണം. അത് ആ പെട്ടിയുമായി ഘടിപ്പിച്ചു. പെട്ടെന്ന് ആ പെട്ടിക്കുള്ളിൽ നിന്നും ഒരു വലിയ ചില്ലുപെട്ടി ഉയർന്നു വന്നു. അതിനുള്ളിൽ ഒരു മനുഷ്യ ശരീരമായിരുന്നു. ആ കാഴ്ച കണ്ട് ഹരിക്ക് രക്തം മരവിക്കുന്നത് പോലെ തോന്നി. ആ മനുഷ്യന് ജീവനുണ്ടായിരുന്നു. പക്ഷെ അയാളുടെ ഹൃദയവും കിഡ്നിയുമെല്ലാം അയാളുടെ ശരീരത്തിന് പുറത്തായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അനങ്ങാനാകാത്ത വിധം വിവിധ വയറുകളാൽ ബന്ധിപ്പിച്ചിരുന്നു അയാളുടെ ശരീരം. അയാൾ കൺപോളകൾ ചിമ്മുന്നത് കണ്ട് ഹരിക്ക് ശ്വാസം വിലങ്ങിയതുപോലെ തോന്നി. ശരീരത്തിലൂടെ ഒരു വിറയൽ പാഞ്ഞു പോയതുപോലെ അവന് തോന്നി. അവർ എന്തൊക്കെയോ ചെക്ക് ചെയ്തു. ആ ചില്ലുപെട്ടി വീണ്ടും അതിലേക്ക് താഴ്ത്തി മൂടിയടച്ച് ലോക്ക് ചെയ്തു. കണ്ടതെന്താണെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാതെ മരവിച്ചിരിക്കുകയായിരുന്നു ഹരിയും ജേസണും. അവർ പോകാനായി തിരിഞ്ഞു. ഹരി ഒന്ന് നിശ്വസിച്ചു. പെട്ടെന്ന് മുന്നേ പോയ ആൾ ഒന്ന് നിന്നു.
പിന്നെ തിരിഞ്ഞ് ആ കബോർഡിനടുത്തേക്ക് നടന്നു. ഹരിയുടെയും ജേസന്റെയും നെഞ്ചെടുപ്പ് കൂടി. ഏയ്, എവിടെ പോവുകയാ? കൂടെ ഉണ്ടായിരുന്നവർ അയാളെ വിളിച്ചു. ആ കബോർഡ് ലോക്കായിരുന്നില്ലേ? ഇപ്പോൾ എങ്ങനെ തുറന്നു? അതിന്റെ ലോക്ക് കുറച്ച് ലൂസായിരുന്നു, അതാകും. വന്നേ, ബോസ് ഇപ്പോൾ തിരക്കുന്നുണ്ടാകും. അത് പിന്നെ നോക്കാം. കബോർഡിനടുത്തേക്ക് നടന്നയാൾ തിരിച്ചു നടന്നു. അവർ മുകളിലേക്ക് കയറി പോകുന്നത് കണ്ട് ഹരിയും ജേസണും ആശ്വാസത്തോടെ പതിയെ പുറത്തേക്കിറങ്ങി. ഹരി! ജേസന്റെ വിളി കേട്ട് ഹരി തിരിഞ്ഞു നോക്കി. ഈ കാണുന്ന പെട്ടികളിലൊക്കെയും അപ്പോൾ ഇതുപോലെ മനുഷ്യനെ ജീവനോടെ അടക്കം ചെയ്തിരിക്കുകയാകും അല്ലേ? അതെ അച്ചായ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കണ്ടതൊന്നും. തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ അച്ചായ. ദാ ഇതിനകത്ത് ഡ്രസ്സല്ലേ, നമുക്ക് എടുക്കാം. ഇല്ലെങ്കിൽ ഈ തണുപ്പേറ്റ് നമ്മൾ മരിക്കും. ഹരി വീണ്ടും കബോർഡ് തുറന്നു. അതിനുള്ളിലിരുന്ന ഡ്രസ്സുകൾ പതിയെ എടുത്തു നോക്കി. ഹരി, ഇത് നേരത്തെ വന്നവർ ഇട്ടിരുന്ന പോലത്തെ ഡ്രസ്സല്ലേ? അച്ചായ, ദൈവം നമ്മളോടൊപ്പമാണ്. ഹരിയും ജേസണും അതിൽ നിന്ന് ഓരോ ഡ്രസ്സ് എടുത്തിട്ടു. മുഖത്ത് കവർ ചെയ്യുന്ന രീതിയിൽ മാസ്കും വെച്ചു. ഹരി, ഇതിട്ടപ്പോൾ തണുപ്പ് അറിയുന്നേയില്ലല്ലോടാ. അപ്പോൾ ഇത് പ്രത്യേകമായി ഡിസൈൻ ചെയ്തതാകും. അല്ലെങ്കിൽ ഇത്രയും തണുപ്പിൽ എങ്ങനെ? വാ അച്ചായ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്തു കിടക്കണം. ഹരി മുന്നേ നടന്നു, പിന്നാലെ ജേസണും. മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ ഓരോന്നായി കയറുമ്പോഴും ഹരിയുടെ മനസ്സ് സംഘർഷഭരിതമായിരുന്നു. കാണുന്നതെന്താണെന്നും നടക്കുന്നതെന്താണെന്നും തിരിച്ചറിയാനാകാതെ ഹരി വിഷമിച്ചു. തന്റെ സർവീസിൽ പലതും നേരിട്ടിരിക്കുന്നു, എന്നാൽ ഇതുപോലൊന്ന് ആദ്യമായിട്ടാണ്. മുകളിലെത്തിയ ഹരിയൊന്ന് നിന്നു. മുന്നിൽ ഒന്നിനു പകരം 3 വഴികൾ. ഇങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങനെ 2 വഴികൾ ഉണ്ടായിരുന്നത് തങ്ങൾ കണ്ടില്ലല്ലോ എന്ന് ഹരി ഓർത്തു. ഹരി, നമ്മൾ എന്താടാ ചെയ്യുക? ഏതിലെ പോയാൽ നമുക്ക് പുറത്തു കടക്കാനാകും? ഹരി ഒരു നിമിഷം ചിന്തിച്ചു നിന്നു. പെട്ടെന്ന് ഭിത്തി തനിയെ തെന്നിമാറി. ഹരിയും ജേസണും ഒന്ന് ഞെട്ടി. അതിനുള്ളിൽ നിന്നും അതേ വസ്ത്രം ധരിച്ചൊരാൾ പുറത്തേക്ക് വന്നു. അയാൾ നടന്ന് അവർക്കടുത്തേക്ക് വന്നു. രണ്ടാളുടെയും ഹൃദയമിടിപ്പ് വല്ലാതെ കൂടി. അയാൾ കയ്യിലിരുന്ന റിമോട്ട് പോലൊന്ന് ഹരിയുടെ നേർക്കു നീട്ടി. വെയിറ്റ് ഹിയർ, ഇറ്റ്സ് ഓവർ, ഐ വിൽ കം ബാക്ക് സൂൺ. ഹരിയുടെ കയ്യിലേക്ക് അത് കൊടുത്ത് അയാൾ നീങ്ങി. ഹരിയും ജേസണും മുഖത്തോട് മുഖം നോക്കി. പിന്നെ അയാൾ ഇറങ്ങി വന്ന ഭാഗത്തേക്ക് നടന്നു. അതിനുള്ളിലുള്ള കാഴ്ച കണ്ട് അവർ അന്തിച്ചു പോയി. അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയൊരു ലാബ്. പക്ഷെ അതിനുള്ളിലെ മറ്റൊരു കാഴ്ച കണ്ട് രണ്ടുപേരും സ്തബ്ധരായി നിന്നു. ഒരു മനുഷ്യൻ, അയാളുടെ ശരീരത്തിൽ ഒരു ചെറിയ ക്ലിപ്പ് പോലൊന്ന് ഘടിപ്പിച്ചിരിക്കുന്നു. അതിലൂടെ ആ ശരീരത്തിലെ ബ്ലഡ് ഊറിയൊരു ബോട്ടിലിൽ നിറയുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ആ മനുഷ്യൻ വെറുമൊരു അസ്ഥികൂടം മാത്രമായി തീർന്നു. ഹരിക്ക് പെട്ടെന്ന് പ്രഭാകരന്റെ മരണം ഓർമ്മ വന്നു. അയാളുടെ ബോഡിയും ഇതുപോലെയാണ് കാണപ്പെട്ടതെന്ന് ഹരി ഓർത്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് സത്യമാണ്. പ്രഭാകരന്റെ മരണം അത് മനുഷ്യന്റെ കൈകൊണ്ട് തന്നെയാണ്. ഹരി, എന്ത് എക്യുപ്മെന്റ് ആണിത്? ഇതിനെക്കുറിച്ചൊരു കേട്ടുകേൾവി പോലും ഇല്ലല്ലോടാ. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും ഇങ്ങനെ ബ്ലഡ് ഊറ്റിയെടുക്കാനാകുമോ? ഹരി, ഇതൊക്കെ ഒരു മിറക്കിളാണോ? മന്ത്രതന്ത്രങ്ങളും മനുഷ്യ മനസ്സിനെയും കുറിച്ചും അത് കൺട്രോൾ ചെയ്യുവാനും ആത്മാക്കളോട് സംസാരിക്കുവാനും കഴിയുന്ന എനിക്ക് ഇതൊന്നും വിശ്വസിക്കാനേ ആകുന്നില്ല. വേറൊരു ലോകത്ത് എത്തിപ്പെട്ടതുപോലൊരു ഫീലാണ് എനിക്കിപ്പോൾ. പിന്നിൽ കാൽ പെരുമാറ്റം കേട്ടപ്പോൾ ജേസൺ സംസാരം നിർത്തി. ഏയ്, എന്തു ചെയ്യുകയാണ് അവിടെ? ആ വേസ്റ്റ് മാറ്റി ക്ലീൻ ചെയ്യാത്തതെന്താ നിങ്ങൾ? അയാൾ ഹരിയുടെ കയ്യിൽ നിന്നും റിമോട്ട് പിടിച്ചു വാങ്ങി അതിലമർത്തി. പെട്ടെന്നൊരു കവർ ആ ബോഡിക്ക് മുകളിലായി വീണു. അത് കവർ ചെയ്തു. അയാൾ വേറൊരു ബട്ടണിൽ അമർത്തിയപ്പോൾ സൈഡിലായി ഒരു ചെറിയ ഡോർ തുറന്നു. ആ ബോഡി കവറോടുകൂടി അതിനുള്ളിലേക്ക് ഇറങ്ങിപ്പോയി. ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ! അയാൾ അവരെ നോക്കി ദേഷ്യപ്പെട്ടു. ഹരിയും ജേസണും പുറത്തേക്കിറങ്ങി. പിന്നിൽ ഡോർ അടഞ്ഞു. അവിടെ അങ്ങനെയൊരു ഡോറുണ്ടെന്നോ അങ്ങനെയൊരു മുറിയുണ്ടെന്നോ ആർക്കും അറിയാൻ കഴിയില്ലായിരുന്നു. നോക്കിയാൽ കരിങ്കൊല്ലുകൊണ്ട് കെട്ടിയ ഭിത്തി മാത്രം. ഹരിയും ജേസണും മുന്നിലെ ആദ്യത്തെ വഴിയെ മുന്നോട്ട് നടന്നു. രാഹുലിന് പിന്നാലെ ടോർച്ച് തെളിയിച്ചുകൊണ്ട് ബംഗ്ലാവിന്റെ മുകളിലത്തെ നിലയിലേക്ക് കയറുകയായിരുന്നു മുജീബ്. രാഹുൽ, ഇത് നോക്കടാ, ഈ സ്റ്റെപ്പിലെല്ലാം വെള്ളത്തുള്ളികൾ. രാഹുൽ മുജീബിന്റെ കയ്യിൽ നിന്നും ടോർച്ച് വാങ്ങി അടിച്ചു നോക്കി. ശരിയാണ്, മുകളിലേക്കാരും പോകാറില്ല. പിന്നെങ്ങനെ വന്നിത്? രാഹുൽ ടോർച്ചടിച്ച് മുന്നോട്ട് നടന്നു. മുന്നോട്ട് നടക്കും തോറും വെള്ളത്തിന്റെ നിറം മാറുന്നതും എണ്ണം കൂടുന്നതും രാഹുൽ ശ്രദ്ധിച്ചു. വെള്ളത്തുള്ളികൾ രക്തത്തിന്റെ കളറായിരിക്കുന്നു. അതിന്റെ ഉറവിടം തേടി രാഹുൽ മുന്നോട്ട് നടന്നു. ബാൽക്കണിയിലേക്കാണ് ആ രക്തത്തുള്ളികൾ നീണ്ടുപോയേക്കുന്നതെന്ന് അവർ കണ്ടു. ബാൽക്കണി ഡോർ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ജാഗ്രതയോടെ അവർ വാതിൽ തുറന്നു. പുറത്തേക്കിറങ്ങി. അവിടെയെങ്ങും ചോരപ്പാടുകളായിരുന്നു. പെട്ടെന്ന് രാഹുലിന്റെ നെറ്റിമേൽ വെള്ളം പോലെന്തോ വീണു. അവൻ കൈകൊണ്ടത് തുടച്ചുകൊണ്ട് മുകളിലേക്ക് ടോർച്ചടിച്ചു. മുകളിലെ കാഴ്ച കണ്ട് വിറങ്ങലിച്ചു നിന്നുപോയി രാഹുൽ.
ആ കാഴ്ച കണ്ട മുജീബിന് കണ്ണുകളിൽ ഇരുട്ട് കയറുന്നതുപോലെ തോന്നി. ബോധം മറിഞ്ഞവൻ പിന്നിലേക്കു മറിഞ്ഞു.